വയനാട് വെള്ളമുണ്ട വെള്ളലാടിയിലെ അരുംകൊലയിൽ ഭർത്താവും ഭാര്യയും അറസ്റ്റിൽ. ഉത്തർപ്രദേശ് സഹറാൻപൂർ സ്വദേശികളായ മുഹമ്മദ് ആരിഫ്, ഭാര്യ സൈനബ എന്നിവരാണ് അറസ്റ്റിലായത്. സഹറാൻപൂർ സ്വദേശിയായ മുഖീം അഹമ്മദാണ് കൊല്ലപ്പെട്ടത്. എം കമൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, എന്തിനെ കൊലപാതകം? പോലീസ് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? ഈ മുഹമ്മദ് ആരിഫ് ഇന്നലെ തന്നെ അറസ്റ്റിലായിരുന്നു. അതായത് ഈ മുഖീമിനെ വെട്ടി കഷ്ണങ്ങളാക്കി ഓട്ടോറിക്ഷയിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. അത്തരത്തിൽ ഈ 2 ബാഗിലാക്കി മൃതദേഹം ഉപേക്ഷിച്ചപ്പോൾ തന്നെ ഓട്ടോ ഡ്രൈവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിൽ സംശയം തോന്നിയാണ് അങ്ങനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അപ്പോൾ തന്നെ ആരിഫിനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇന്നാണ് ഈ ഭാര്യയ്ക്ക് കൂടി ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയത്. അങ്ങനെയാണ് ഭാര്യ സൈനബിനെ കൂടി കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ മുഹമ്മദ് ആരിഫിന്റെയും ഭാര്യ സൈനബിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ നാട്ടുകാരൻ തന്നെ മുഖീം അഹമ്മദാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ തന്നെ ഈ ഭാര്യയുമായി മുഖീമിന് ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് ആരിഫ് മൊഴി നൽകിയിരുന്നു. അതിന് പിന്നാലെ ഭാര്യയെ കൂടി ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നത്. ഈ വെള്ളിലാടിയിലെ ക്വാർട്ടേഴ്സിലേക്ക് മുഖീമിനെ വിളിച്ചു വരുത്തി കഴുത്തിൽ തോർത്ത് മുറുക്കിയാണ് കൊലപാതകം നടത്തിയതെന്ന് ഇവർ സമ്മതിച്ചു. ഭാര്യയുടെ ഒത്താശയും കൊലയ്ക്ക് ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിലാണ് പോലീസ് ഇവരെ കൂടി അറസ്റ്റ് ചെയ്തത്. പിന്നീട് പുതിയതായി വാങ്ങിയ കത്തി കൊണ്ട് മൃതദേഹം അറുത്തു മാറ്റി 2 ബാഗുകളിലാക്കി മാലിന്യം എന്ന വ്യാജേന ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയായ ഓട്ടോ ഡ്രൈവർ ഇക്കാര്യത്തിൽ സംശയം തോന്നി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇന്നലെ ഓട്ടോ ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അയാൾക്ക് ഇക്കാര്യത്തിൽ മറ്റു പങ്കൊന്നുമില്ല, അയാൾ പോലീസിനെ വിവരം അറിയിച്ചതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. കൊലപാതക കേസിൽ ഇപ്പോൾ ദമ്പതികൾ അറസ്റ്റിലായിരിക്കുകയാണ്. വയനാട് വെള്ളമുണ്ട വെള്ളിലാടിയിലെ അരുംകൊലയിലാണ് ഭർത്താവും ഭാര്യയും ഇപ്പോൾ അറസ്റ്റിലായത്. കമൽ, എന്തിനീ കൊലപാതകം എന്നുള്ളത് പോലീസ് കണ്ടെത്തിയോ? ഈ ഭാര്യയുമായുള്ള ബന്ധം സംശയിച്ചു തന്നെയാണ് കൊലപാതകം എന്നാണ് കണ്ടെത്തൽ. ഇക്കാര്യം ഇന്നലെ തന്നെ ഈ ആരിഫ് പോലീസിന് മൊഴി നൽകിയിരുന്നു. പ്രാഥമികമായി ആ നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ്. അതിലേക്ക് ഉള്ള വിവരങ്ങൾ തന്നെയാണ് പോലീസിന് അന്വേഷണത്തിലും ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ഈ ഭാര്യ സൈനബ് കൂടി അതിൽ പങ്കുവഹിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുതിയതായി വ്യക്തമായിരിക്കുന്നത്. അങ്ങനെയാണ് അവരെ കൂടി കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇന്നലെ തന്നെ പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരെത്ര കാലമായി കമൽ കേരളത്തിലേക്ക് വന്നിട്ട്? ഇവർ കുറച്ചു നാളുകളായി വെള്ളമുണ്ടയിൽ താമസിച്ച വിവിധ ജോലികൾ ചെയ്തു വരികയായിരുന്നു. ഇവരുടെ നാട്ടുകാരൻ തന്നെ ആയിരുന്നു ഈ കൊല്ലപ്പെട്ട മുഖീമും. സ്ഥിരം ഇവരുമായി സൗഹൃദത്തിലുള്ളയാളായിരുന്നു. പക്ഷേ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് മുഹമ്മദ് ആരിഫിനെ ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഈ മൃതദേഹം അറുത്തുമാറ്റി മാലിന്യം എന്ന നിലയിൽ ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി. അത്തരത്തിൽ 2 ബാഗിലാക്കി ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി. ഇന്നലെ രാത്രിയാണ് വെള്ളമുണ്ടയെ നടുക്കി സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ കൊണ്ടുപോയി 2 സ്ഥലത്തായി ഈ ബാഗുകൾ എറിഞ്ഞു. തുടർന്ന് ഓട്ടോ ഡ്രൈവർ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറയുകയായിരുന്നു. ഇത്തരത്തിൽ 2 ബാഗുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, കൊലപാതകമാണെന്ന സംശയമുണ്ടെന്ന് ഓട്ടോ ഡ്രൈവർ അറിയിച്ചു. തുടർന്ന് വെള്ളമുണ്ട പോലീസ് അപ്പോൾ തന്നെ ഈ ആരിഫിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അയാൾ തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ച് തന്നെ പോലീസ് പിടികൂടി. പിന്നീട് ഈ 2 സ്ഥലത്ത് നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ 2 ബാഗിലായി ഇന്നലെ തന്നെ കണ്ടെടുത്തു. അതിനുശേഷം ഈ ആരിഫിനെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ ഭാര്യയെ കൂടി ഇന്ന് കസ്റ്റഡിയിലെടുത്ത് 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്.